A gambler plays a game of rolling die with the following rules. He will win Rs 200 if he throws a 6, but will lose Rs 40 if he throws 4 or 5, and lose Rs 20 if he throws 1, 2, or 3. Find the expected value that the gambler may gain. ഇപ്പോൾ ഒരു റോളിംഗ് ഡൈ വെച്ചിട്ട് ഉള്ള ഒരു ഗെയിമാണ്. ഓക്കെ, അതിൽ കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. അപ്പോ ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഗാംബ്ലർക്ക് 200 rupees കിട്ടും. ഇനി 4 അല്ലെങ്കിൽ 5 വരികയാണെങ്കിൽ എന്ത് ചെയ്യും? 40 rupees ലോസ് ആവും. ഓക്കെ, ഇനി 1, 2 or 3 വരികയാണെങ്കിൽ എന്ത് ചെയ്യും? 20 rupees ലോസ് ആയി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന കേസാണ്. ഒരു ഡൈസ് ത്രോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടാം? 1 കിട്ടാൻ, 2 കിട്ടാൻ, 3, 4, 5, 6. ഓക്കെ, 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/6 ആണ്. 2 കിട്ടാനുള്ളത് എന്ത് തന്നെയാണ്? 1/6 ആണ്. അതായത് ടോട്ടൽ 6 ഔട്ട്കംസ് ഉണ്ട്. അതിൽ നിന്ന് 1 കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വട്ടം മാത്രമല്ലേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പ്രോബബിലിറ്റി ഓഫ് 200 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? എക്സ് ഈക്വൽ ടു 200 കിട്ടുന്നതിനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ 6 കിട്ടണം ഡൈസിൽ. 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 1/6 അല്ലേ? 6 ഔട്ട്കം ഉണ്ട്, അതിൽ ഒരു ഔട്ട്കം ആണ് 6. അത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/6 ആണ്. ഇനി ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 40 രൂപ ലോസ് ചെയ്യാണ്. അതുകൊണ്ട് എന്തെന്ന് എഴുതി? -40. -40 കിട്ടാൻ ഉള്ള ചാൻസസ് എപ്പോഴൊക്കെയാണ്? ഒന്ന് 4 വരുമ്പോഴും ഒന്ന് 5 വരുമ്പോഴും അല്ലെ? അപ്പോ 4 കിട്ടാൻ ഞാൻ പറഞ്ഞു ഈ 1, 2, 3, 4, 5, 6 ഈ ഓരോ വാല്യൂ കിട്ടണമെങ്കിലും പ്രോബബിലിറ്റി എന്താണ്? 1/6 ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പോ 4 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/6 ആണ്. അപ്പൊ 4ഉം 5ഉം കിട്ടിയാൽ എന്ത് തന്നെയാണ്? -40 ലോസ് ആവും. അപ്പൊ എന്തെന്ന് കിട്ടും? വീണ്ടും 1/6. ദാറ്റ് ഈസ് 2/6 വിച്ച് ഈസ് ഈക്വൽ ടു 1/3. അപ്പൊ -40 കിട്ടാനുള്ള ചാൻസ് എന്താണ്? 1/3 ആണ് വരുന്നത്. ഇനി ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? -20. അതായത് 20 രൂപ ലോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അതെപ്പോഴാണ് വരുന്നത്? ഒന്നില്ലെങ്കിൽ ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 കിട്ടണം, 2 കിട്ടണം, 3 കിട്ടണം. അതായത് എന്താ? 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. അതായത് എന്തെന്ന് വരും? 3/6 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് പ്രോബബിലിറ്റീസ് കിട്ടിയില്ലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ ആ ടേബിൾ വരച്ചിട്ടൂടെ എക്സ് പ്രോബബിലിറ്റി ഓഫ് എക്സ് 200ന്റെ പ്രോബബിലിറ്റി എത്ര നമ്മൾ കണ്ടുപിടിച്ചേ? 1/6 എന്നാണ്. ഇനി -40യുടെ നമ്മൾ എത്ര കണ്ടുപിടിച്ചേ? 1/3 എന്നാണ്. -20യുടെ എത്രയാണ്? 1/2 എന്നാണ് അല്ലെ? ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എക്സ്പെക്ടഡ് വാല്യൂ ദാറ്റ് ദ ഗാംബ്ലർ മേ ഗെയിൻ. എക്സ്പെക്ടേഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് അല്ലേ? ഓൾ എക്സിന്റെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നാ വരിക? 200 ഇൻറ്റു 1/6 പ്ലസ് -40 ഇൻറ്റു 1/3 പ്ലസ് -20 ഇൻറ്റു 1/2 അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എക്സ്പെക്ടഡ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടണത്? 10 ആണ് കിട്ടണത്. The joint distribution of x comma y is given by the function of xy is equal to x plus y divided by 21, x equal to 1, 2, 3 and y is equal to 1, 2. And then find the marginal distributions. Also find expectation of x, expectation of y. Okay, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേബിൾ വരച്ച് വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂസ് എഴുതാം.
വൈയുടെ വാല്യൂ. വൈ എന്തൊക്കെയാണ്? 1ഉം 2 ആണ് വൈ വരുന്നത്. എക്സ് 1 2 3 എന്ന് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നടുവിൽ എന്താ എഴുതുക? ഈ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് വൈ ബൈ 21 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും വാല്യൂ വരിക? ഇവിടെ എക്സിന്റെ വാല്യൂ 1, ഈ ഭാഗത്ത് വൈയുടെ വാല്യൂ 1. അപ്പൊ എന്തെന്നാവും? 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 21. അതായത് എന്തെന്ന് വരും? 2/21. ഇനി എക്സിന്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 2ഉം. അപ്പൊ എന്താവും? 1 പ്ലസ് 2, അതായത് എന്തെന്ന് വരും? 3/21 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതാവുമ്പോഴോ എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 1. അപ്പൊ എന്താവും? 2 പ്ലസ് 1/21, ദാറ്റ് ഈസ് 3/21. ഇവിടെ എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 2. അപ്പൊ 2 പ്ലസ് 2 എന്ന് വെച്ചാൽ 4/21. ഇനി എക്സിന്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 1, ദാറ്റ് ഈസ് 4/21. എക്സിന്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 2, ദാറ്റ് ഈസ് 5/21. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ എഴുതി. ഇനി എനിക്ക് എന്ത് ചെയ്യണം? എഫ് എക്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നേരെ നേരെ, കാരണം എക്സിന്റെ വാല്യൂസ് ആഡ് ചെയ്യാം. അപ്പൊ 3 പ്ലസ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5/21. ഇത് എന്തുകൊണ്ട് എങ്ങനെ എഴുതാം? കാരണം നിങ്ങൾക്ക് ഇക്വേഷൻ അറിഞ്ഞൂടെ? മാർജിനൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ എന്താ? എഫ് എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ y ഈസ് ഈക്വൽ ടു 1 to 2 എഫ് ഓഫ് എക്സ് കോമ വൈ എന്നാണ്. ഓക്കെ, അതായത് ഇവിടെ ഏതാ വാല്യൂ? ഒന്ന് 2/21 പ്ലസ് 3/21. ഇനി എഫ് വൈ ഓഫ് വൈ ആണ് കണ്ടുപിടിക്കണ്ടെങ്കിലോ സമ്മേഷൻ ഓവർ എക്സ് ഈക്വൽ ടു 1 to 3 എഫ് ഓഫ് എക്സ് വൈ ആണ്. അതായത് എഫ് വൈ ഓഫ് വൈ നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാം. ഈ 3 വാല്യൂസ് ആഡ് ചെയ്യണത് നമുക്ക് 2 പ്ലസ് 3 5 പ്ലസ് 4 9, ദാറ്റ് ഈസ് 9/21. ഇവിടെ ആണെങ്കിൽ 3 പ്ലസ് 4 7 പ്ലസ് 5 12/21. അടുത്ത സൈഡില് 3 പ്ലസ് 4 7/21, 4 പ്ലസ് 5 9/21. ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് നോക്ക്. 12ഉം 9ഉം ആഡ് ചെയ്ത 21/21. ഇവിടെ എന്താ വാല്യൂ വരിക? 1 കിട്ടും. ഓക്കെ, അതായത് ഈക്വളും ഇതും കൂടിയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തെന്ന് കിട്ടും? നമുക്ക് പ്രോബബിലിറ്റി അവിടെ 1 കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കാം. അതായത് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വാല്യൂ കിട്ടും അങ്ങനെയൊക്കെ. പക്ഷെ ഇത് ഈ ടേബിൾ വെച്ച് ചെയ്യണതാണ് കുറച്ചും കൂടി ഈസി. ഓക്കെ, ഇനി നമുക്ക് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സീസ്. ആ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ആക്കിയിട്ട് എഴുതാന്ന് മാത്രം. ഓക്കെ, നമുക്ക് ഇവിടെ വരുന്ന വാല്യൂസ് എന്തൊക്കെയാവും? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെ വേണം? എക്സും വേണം, എഫ് എക്സ് ഓഫ് എക്സും വേണം. കാരണം ഞാൻ എക്സിന്റെ അല്ലേ എഴുതിയിട്ടുള്ളത്. നമുക്കിവിടെ എക്സിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? 1 2 3 3 വാല്യൂസ് ആണുള്ളത്. എഫ് എക്സ് ഓഫ് എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? ഒന്ന് 5/21 ഉണ്ട്, 1ന്റെ നേരെ, 2ന്റെ നേരെ 7/21, 3ക്ക് നേരെ എന്താണ്? 9/21. ഇനി ഇതിന്റെ എക്സ്പെക്ടേഷൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ട. അതിന് എനിക്ക് മ്യൂ എക്സ് എന്ന് എഴുതാം. മ്യൂ എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to 3 എന്താ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവുക? എക്സ് ഇൻറ്റു എഫ് എക്സ് ഓഫ് എക്സ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 1 ഇൻറ്റു 5/21 പ്ലസ് 2 ഇൻറ്റു 7/21 പ്ലസ് 3 ഇൻറ്റു 9/21 അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 46/21, ദാറ്റ് ഈസ് 2.1905. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? വീണ്ടും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y എഴുതണ്ടേ? നമുക്ക് ആ ടേബിൾ ഇതുപോലെ എടുത്ത് എഴുതാം. y എഫ് ഐ ഓഫ് വൈ, വൈക്ക് എന്താണ്? 2 വാല്യൂ അല്ലേ ഉള്ളൂ, 1ഉം 2ഉം ഉള്ളൂ. എഫ് ഐ ഓഫ് വൈ എന്തായിരുന്നു? ഒന്ന് 9/21ഉം മറ്റേത് 12/21. 9/21 12/21.
ഓക്കെ, ഇനി അതിന്റെ എക്സ്പെക്ടേഷൻ മ്യൂ വൈ ഈസ് ഈക്വൽ ടു എന്താണ്, സമ്മേഷൻ വൈ ഈക്വൽ ടു 1 to 2 ആണ് y ഇൻറ്റു എഫ് വൈ ഓഫ് വൈ എന്ന് വരും. ദാറ്റ് ഈസ് 1 ഇൻറ്റു 9/21 പ്ലസ് 2 ഇൻറ്റു 12/21 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 11/7 ഈക്വൽ ടു 1.5714. ഇതല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,